ബിഗ് ബോസ് സീസൺ 6 മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് എല്ലാ കണ്ടസ്റ്റൻസും അമ്മയ്ക്കൊരു കത്തെഴുതുന്നൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അഭിഷേകിന്റെ ലെറ്റർ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഒന്ന് നനയിച്ചല്ലേ കാണാം. അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ അങ്ങനെ ലെറ്റർ എഴുതാറില്ലെന്ന് അറിയാലോ. അമ്മയുടെ പേര് പറഞ്ഞ് ഞാൻ എവിടെ സെൻഡ് അടിക്കാറില്ല എന്നറിയാലോ. പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് തന്നു, ഒരു ഹൈ മിസ് യു ബൈ തരാമെന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ ഉള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സ് തോന്നി എഴുതാൻ. ഇനി ഇതുപോലൊരു പ്ലാറ്റ്ഫോം എന്നെ പോലെ ഒരാൾക്ക് തുറന്ന് ഒരു കത്ത് എഴുതിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇതുപോലൊരു അവസരം ചിലപ്പോൾ എനിക്ക് ഉണ്ടായില്ലെന്ന് വരും. അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എനിക്കുള്ളത് 3rd സ്റ്റാൻഡേർഡിലാണ്. അതാണ് എന്റെ അവസാനത്തെ ഓർമ്മകൾ. TV കാണുമ്പോൾ അഭിഷേക് സ്വിച്ച് ഓഫ് ദ TV ആൻഡ് ഗോ സ്റ്റഡി ഇംഗ്ലീഷ് പറയുന്നതും എന്നെ സന്ധ്യാനാമം ചൊല്ലിക്കുന്നതും എന്നെ പഠിപ്പിക്കുമ്പോൾ ചുമച്ചുകൊണ്ട് വാഷ് ബേസിൻ പോയി ചോര ശ്രദ്ധിക്കുന്നതും വയ്യാതെ വീൽ ചെയറിൽ ഹോസ്പിറ്റലിൽ പോകുന്നതും ലാസ്റ്റ് വെള്ളത്തുണിയിൽ മൂടി വിറക് കൊണ്ട് മൂടി യാത്ര ആകുന്നതുമാണ്. ആകെയുള്ള ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. അമ്മ പോയതിൽ പിന്നെ എന്റെ ജീവിതം മാറി പറഞ്ഞു. പാരന്റ്സ് മീറ്റിംഗ് അമ്മമാർ വരുമ്പോൾ എന്റെ അച്ഛനാണ് വരാറ്. ലാസ്റ്റ് 10th സ്റ്റാൻഡേർഡ് ആയപ്പോൾ അച്ഛനോട് പാരന്റ്സ് മീറ്റിംഗ് സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയും. അത് എനിക്ക് ആരും അമ്മയുടെ കാര്യം ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ് എല്ലാം ബാക്കിയുള്ളവരുടെ വീട്ടിൽ പോകും, പക്ഷെ ഞാൻ പോകാറില്ല. കാരണം അവരും എന്റെ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ. ചിലപ്പോൾ സെന്റിമെന്റ്സ് കാണിക്കും, ശത്രുത കാണിച്ചാലും സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. എന്റെ പ്രശ്നങ്ങൾ എന്നെ മാത്രമാണ്.